ഹേ ഗൈസ്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചില സ്റ്റുഡൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ചില സ്റ്റുഡൻസ് മാത്രം പഠിക്കാനായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നത് എന്ന്? ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതൊരു സ്കില്ലും വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ്. അതാണ് ദി ബ്ലാക്ക് ബോക്സ് ഇഫക്റ്റ്. ഇത് വെച്ച് നിങ്ങൾക്ക് ഏതൊരു സ്കില്ലും മാസ്റ്റർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ലാംഗ്വേജസ് ആയിക്കോട്ടെ, കോഡിംഗ് ആയിക്കോട്ടെ, ഈവൻ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നതും ആയിക്കോട്ടെ, നിങ്ങൾക്കെല്ലാം കുറച്ചുകൂടി ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. സോ let's do it. Hello friends, it's me your brother and welcome back to another great episode. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു പുതിയ സംഭവം പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? മിക്ക സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കും, എന്നിട്ട് ഫസ്റ്റ് പേജ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു ടോപ്പിക്ക് ശരിക്കും മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകും. ലോങ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് കാണും, ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട്സ് ഉണ്ടാക്കും ആൻഡ് മണിക്കൂർ കണക്കിന് ഇരുന്ന് വായിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് അറിയോ? ഇത്രയും ടൈം ആൻഡ് എഫേർട്ട് സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടും ശരിക്കും ആ പഠിച്ച സ്കില്ല് യൂസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ ദേ ഫ്രീസ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ പഠിച്ചതൊന്നും ശരിക്കും ഓർമ്മ പോലും കിട്ടുന്നുണ്ടാവില്ല. യു ഫീൽ ലൈക്ക് യു വേസ്റ്റഡ് ഓൾ ദാറ്റ് ടൈം. ഇപ്പോൾ നിങ്ങൾ കോഡിംഗ് പഠിക്കുകയാണെങ്കിൽ കുറേ ട്യൂട്ടോറിയൽസ് കണ്ടതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഗ്രാമർ നന്നായിട്ട് അറിയുന്നുണ്ടാവും, പക്ഷേ ഒരു ബേസിക് കോൺവെർസേഷൻ പോലും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ബ്ലാക്ക് ബോക്സ് ഇഫക്റ്റ്. സോ വാട്ട് ഈസ് ദ ബ്ലാക്ക് ബോക്സ് ഇഫക്റ്റ്? എന്താണ് ബ്ലാക്ക് ബോക്സ് ഇഫക്റ്റ്? ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി പറയാം. ഇമാജിൻ നിങ്ങൾക്കൊരു മാജിക് ബോക്സ് കിട്ടുകയാണ്. ഈ ബോക്സിലെ ഒരു സൈഡിൽ നിങ്ങളൊരു ആപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മറ്റേ സൈഡിലൂടെ ഒരു ആപ്പിൾ പൈ പുറത്തു വരും. എന്താണ് ശരിക്കും ആ ബോക്സിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല, പക്ഷേ അത് വർക്ക് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഇനി ആ ബോക്സ് ശരിക്കും യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കുറേ മാസം ഇരുന്ന് അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നൊക്കെ നോക്കുമോ, അതോ അപ്പം തന്നെ അത് യൂസ് ചെയ്തുകൊണ്ട് കുറേ ആപ്പിൾ പൈസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ദെൻ പതുക്കെ അതെങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് മനസ്സിലാക്കുമോ? വിച്ച് ഈസ് സ്മാർട്ടർ? ഒബ്വിയസ്ലി നിങ്ങൾ ഉടനെ തന്നെ ആ ബോക്സ് യൂസ് ചെയ്തുകൊണ്ട് കുറേ ആപ്പിൾ പൈസ് ഉണ്ടാക്കാൻ തുടങ്ങും. അത് തന്നെയാണ് ബ്ലാക്ക് ബോക്സ് ഇഫക്റ്റ്. അതായത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്സ് മനസ്സിലാക്കുക, ദെൻ അത് യൂസ് ചെയ്യുക, ദെൻ ഗ്രാജുവലി അപ്സ്കിൽ ചെയ്യുക. അതായത് നമ്മൾ ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് ബ്രെയിനിന് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പഠിക്കാൻ സാധിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു കുട്ടിയായിരുന്ന സമയത്ത് എങ്ങനെയാണ് നടക്കാൻ പഠിച്ചിട്ടുണ്ടാവുക? ആദ്യം തന്നെ പോയിട്ട് മസിൽസിൻ്റെ അനാട്ടമിയും ഫിസിക്സും ഒക്കെ പഠിച്ചിട്ടാണോ? അല്ല. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ട്രൈ ചെയ്യും, നിലത്ത് വീഴും, വീണ്ടും ട്രൈ ചെയ്യും. അങ്ങനെ ട്രൈ ചെയ്താണ് നിങ്ങൾ നടക്കാൻ പഠിച്ചിട്ടുണ്ടാവുക. ഇനി സൈക്കിൾ ഓടിക്കുന്ന കാര്യം ഒന്ന് നോക്കാം. കുട്ടികളുടെ അടുത്ത് പോയിട്ട് സൈക്കിൾ ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷനൊന്നും ആരും പറഞ്ഞു കൊടുക്കാറില്ലല്ലോ. അവർ ആ സൈക്കിളിൽ കയറി ഇരുന്നിട്ട് അത് പഠിക്കുന്നത് വരെ പ്രാക്ടീസ് ചെയ്യും. നമ്മുടെയൊക്കെ ബ്രെയിൻ ഈ ഒരു രീതിയിൽ പഠിക്കാനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് പ്രൊസീജറൽ ലേണിംഗ് എന്ന് പറയുന്നത്. ആദ്യം നിങ്ങൾ പാറ്റേൺസ് ബിൽഡ് ചെയ്യും, പിന്നെയാണ് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. പക്ഷെ നമ്മളെ സ്കൂളിലൊക്കെ നേരെ തിരിച്ചാവും. അവിടെ കുറേ തിയറി മാത്രമായിരിക്കും ആദ്യം പഠിപ്പിക്കുക, എന്നിട്ട് പിന്നെ കുറച്ച് പ്രാക്ടീസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആൻഡ് ഹാർഡായിട്ട് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നതും. ബട്ട് ബ്ലാക്ക് ബോക്സ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ ഓർഡറിൽ തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 3 സിമ്പിൾ സ്റ്റെപ്സ് ആണുള്ളത്. സ്റ്റെപ്പ് 1, ഫൈൻഡ് യുവർ ഗുഡ് ഇനഫ് വേർഷൻ. ഫസ്റ്റത്തത് സിമ്പിൾ സ്റ്റെപ്പാണ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്കില്ല് ശരിക്കും ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ബേസിക് ലെവൽ ഓഫ് നോളജ് ഉണ്ടാവുമല്ലോ, ഒരു ബേസിക് വേർഷൻ, അത് കണ്ടെത്തുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് കോഡിംഗ് പഠിക്കണോ എങ്കിൽ ആദ്യം പോയിട്ട് ഫുൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയ കോഡ് എടുത്തിട്ട് അത് റൺ ചെയ്യുക, എന്നിട്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മാത്സിൽ ബെറ്റർ ആവണോ എങ്കിൽ ആദ്യമേ പോയിട്ട് ഫുൾ ചാപ്റ്റർ വായിച്ച് നോക്കരുത്. പകരം അതിൽ നിന്ന് ചെറിയൊരു ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണോ എങ്കിൽ കുറേ ഗ്രാമർ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. പകരം ഒരു ചെറിയ കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. റൂൾ ഇതാണ്, ഒരു സിമ്പിൾ വേർഷൻ പിക്ക് ചെയ്യുക. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വേർഷൻ. അതിൽ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ദെൻ അതിനെ പിന്നെയും ചെറുതാക്കുക, സിമ്പിളാക്കുക. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിരിക്കണം. ഇതിനെ നമുക്ക് ഗുഡ് ഇനഫ് വേർഷൻ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഇത് പെർഫെക്റ്റ് അല്ല, ബട്ട് ഇറ്റ് വർക്ക്സ്. ഇത് വെച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വേർഷൻ നിങ്ങൾ കണ്ടെത്തുക. സ്റ്റെപ്പ് 2, കോപ്പി ആൻഡ് പ്രാക്ടീസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറ്റിയ നല്ല എക്സാമ്പിൾസ് കണ്ടെത്തുക, ദെൻ അത് അതേപോലെ എക്സാക്ട്ലി കോപ്പി ചെയ്യുക. ഫസ്റ്റ് തന്നെ പോയിട്ട് ക്രിയേറ്റീവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതേപോലെ കോപ്പി ചെയ്താൽ മതി. ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്ന പോലെ ആലോചിച്ചാൽ മതി. നിങ്ങൾ കുക്ക് ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്വന്തം റെസിപ്പീസ് ക്രിയേറ്റ് ചെയ്യില്ലല്ലോ. ആദ്യം നിങ്ങൾ വേറൊരു കുക്കിൻ്റെ റെസിപ്പി ആവും ഫോളോ ചെയ്യുക.
until it works. മാത്സ് പഠിക്കണോ എങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസിന് സിമിലർ ആയിട്ടുള്ള 10 പ്രോബ്ലംസ് കണ്ടെത്തുക, ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള 10 പ്രോബ്ലംസ്. ദെൻ ആ സെയിം സ്റ്റെപ്സ് സിമിലർ പ്രോബ്ലംസിന് എക്സാക്ട്ലി കോപ്പി ചെയ്യുക. എസ് എഴുതാൻ പഠിക്കണോ എങ്കിൽ ആദ്യം നല്ലൊരു എസ് എ കണ്ടെത്തുക ആൻഡ് അതിൻ്റെ സ്ട്രക്ചർ എക്സാക്ട്ലി കോപ്പി ചെയ്യുക. സെയിം ഇൻട്രൊഡക്ഷൻ സ്റ്റൈൽ, സെയിം പാരഗ്രാഫ് ഫോർമാറ്റ്, സെയിം കൺക്ലൂഷൻ. ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കണോ എങ്കിൽ കോമൺ ആയിട്ടുള്ള ചില ഫ്രേസസ് കണ്ടുപിടിക്കുക, ദെൻ നിങ്ങളുടെ കോൺവെർസേഷനിൽ അത് എക്സാക്ട്ലി യൂസ് ചെയ്യുക. ദ കീ വേർഡ് ഈസ് എക്സാക്ട്ലി. ശരിക്കും അത് മനസ്സിലാക്കണം എന്നില്ല, ജസ്റ്റ് അത് വർക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ പതുക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. യുവർ ഓൺലി ഗോൾ റൈറ്റ് നൗ ഈസ് ടു ഗെറ്റ് ദ റൈറ്റ് റിസൾട്ട്. ശരിയായ റിസൾട്ട് കൊണ്ടുവരിക എന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരേ ഒരു ലക്ഷ്യം. അണ്ടർസ്റ്റാൻഡിങ് കംസ് ലേറ്റർ. സ്റ്റെപ്പ് 3, ആസ്ക് വൈ ലേറ്റർ. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതിന് ശേഷം വൈ, എന്തുകൊണ്ട് എന്നുള്ളത് ചോദിക്കുക, മനസ്സിലാക്കുക. ഇതാണ് മാജിക് പാർട്ട്. നിങ്ങളൊരു കാര്യം 10-20 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിന് പാറ്റേൺസ് കണ്ടെത്താൻ തുടങ്ങും. അപ്പോഴാണ് ആ വാവ് മൊമെൻറ്റ്സ് നാച്ചുറലി ഉണ്ടാവുന്നത്. ഇപ്പോൾ സൈക്കിൾ ഓടിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് പിന്നെ കറക്റ്റ് ബാലൻസ് കിട്ടുന്ന ആ ഒരു മൊമെൻറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര സ്പെഷ്യലാവും അല്ലേ. ആ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്, ജസ്റ്റ് കോപ്പി ദ പാറ്റേൺ. നിങ്ങൾക്ക് മാത്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലെ പ്രോബ്ലംസ് കുറേ ഇരുന്ന് സോൾവ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് അതിലെ പാറ്റേൺസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി പ്രോബ്ലംസ് ഫാസ്റ്റായിട്ട് സോൾവ് ചെയ്യാനും പറ്റും. സോ ഈ ഒരു ടെക്നിക്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ചില മിസ്റ്റേക്സ് ഉണ്ട്. ഒന്നാമത്തേത്, മേക്കിംഗ് ഇറ്റ് ടു കോംപ്ലിക്കേറ്റഡ്. നിങ്ങളുടെ ആ ഗുഡ് ഇനഫ് വേർഷനില്ലേ അത് ഭയങ്കര ഹാർഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഭയങ്കര ഹാർഡായി മാറും ഒബ്വിയസ്ലി. സോ മാക്സിമം അത് ചെറുതാക്കുക, ഗുഡ് ഇനഫ് വേർഷൻ ചെറുതാക്കുക. രണ്ടാമത്തെ മിസ്റ്റേക്ക്, ട്രൈങ് ടു ബി ഒറിജിനൽ ടു ഏർലി. ആദ്യം നിങ്ങൾ കുറേ കോപ്പി ചെയ്യുക, എന്നിട്ട് വേണം നിങ്ങളുടെ സ്വന്തം വേർഷൻസ് ബിൽഡ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ മിസ്റ്റേക്ക്, നെവർ മൂവിങ് ടു സ്റ്റെപ്പ് 3. ചില സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നറിയോ, കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും ആൻഡ് അവരത് സ്റ്റോപ്പ് ചെയ്യില്ല. അവർ മൂന്നാമത്തെ സ്റ്റെപ്പ്, അതായത് ഇതെങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന സ്റ്റെപ്പിലേക്ക് പോവുകയില്ല. ഒരു കാര്യം നിങ്ങളൊരു 10-20 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ദെൻ നിങ്ങൾ 3rd സ്റ്റെപ്പിലേക്ക് പോകണം, മനസ്സിലാക്കണം കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന്. ദെൻ നാലാമത്തെ മിസ്റ്റേക്ക്, ഗിവിങ് അപ്പ് ടു ഏർലി. നിങ്ങൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് പ്രാവശ്യം ഭയങ്കര ബുദ്ധിമുട്ടാവും, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേർഡ് ആൻഡ് ഫേക്ക് ആയിട്ടൊക്കെ തോന്നും. ദാറ്റ്സ് നോർമൽ. പാറ്റേൺസ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബ്രെയിനിന് കുറച്ച് ടൈം ആവശ്യമാണ്. സോ ഒരു കാര്യം കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയെങ്കിലും അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇതാണ് ദി ബ്ലാക്ക് ബോക്സ് ഇഫക്റ്റ്. എന്തൊക്കെയാണ് അതിലെ 3 സ്റ്റെപ്സ്? നമ്പർ 1, ഫൈൻഡ് യുവർ ഗുഡ് ഇനഫ് വേർഷൻ. നമ്പർ 2, കോപ്പി ആൻഡ് പ്രാക്ടീസ്. ആൻഡ് നമ്പർ 3, ആസ്ക് വൈ ലേറ്റർ. ആദ്യം നിങ്ങൾക്ക് ശരിക്കും ചെയ്തു നോക്കാവുന്ന ബേസിക് വേർഷൻ കണ്ടെത്തുക, ദെൻ നിങ്ങളുടേതുപോലത്തെ സിമിലർ ആയിട്ടുള്ള വർക്ക്സ് എക്സാക്ട്ലി കോപ്പി ചെയ്യുക. ദെൻ നിങ്ങൾ അതൊന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു തുടങ്ങിയാൽ അതിനുശേഷം വൈ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സിമ്പിൾ. ബട്ട് സിമ്പിളാന്ന് വിചാരിച്ചിട്ട് ഈസിയാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എഫേർട്ട്, കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ്. സോ നിങ്ങൾ ഏത് സ്കില്ലാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ പോകുന്നത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ എല്ലാവർക്കും വ്യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.